ചിന്തയാണെൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി എൻ്റെ കരുത്തിലും നന്മയായി നീറങ്ങിരിക്കണമേ. സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. 2014 ആരംഭിച്ചത്. അനേകം ആളുകൾ ചികിത്സ തേടിയെത്തുകയും ഇന്ന് മനോഹരമായ സുബോധ ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചികിത്സിക്കേണ്ടി വരുന്നത് ആരോഗ്യം കൂടുതൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുക. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നടക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള ഒരു സംരംഭത്തെക്കുറിച്ച് ആലോചിച്ചത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ്. ജീവന്റെ നിലനിൽപ്പും ജീവന് തന്നെ അപകടത്തിലാവുന്ന തരത്തിലേക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടി വരികയും അതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ താറുമാറാവുകയും ചെയ്യുകയും വ്യക്തികളുടെ ആരോഗ്യം നശിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. ഡോക്ടർ ഷാജി, ഡയറക്ടർ SR വെൽനസ് കെയർ, ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുക എന്ന് വന്നു വെച്ചാൽ നമുക്ക് 2 രീതിയിൽ പ്രതികരിക്കാം. നമുക്ക് സന്തോഷവും ഉണ്ടാവും, നമുക്ക് ചിലപ്പോൾ ദുഃഖവും ഉണ്ടാവും. രാത്രി 8 മണിക്ക് TV ഒരു ചർച്ചാ വിഷയമാക്കുക, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നു നടക്കുക, പത്രത്തിലൊക്കെ ദിവസേന കാണുക, ഇതെല്ലാം ചെയ്യാത്ത യഥാർത്ഥമായിട്ട് നമ്മളെ നേരിടാൻ എന്തു നടത്തുന്നത് അതാണ് നമ്മൾ. അതിൽ ഒരു ശ്രമമാണ് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങുക. കുറച്ചൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു ഫോറസ്റ്റ് ലാൻഡിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ വന്നിട്ട് പകുതി പ്രോബ്ലം ഈ രോഗീൻ്റെ പകുതി ഇയാൾ രോഗമില്ലാതെ ഈ കാഴ്ചയിൽ വന്നാൽ തന്നെ ഇയാൾ പകുതി രോഗമില്ലാതെ ആയി പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി ഇവരെല്ലാം നോക്കിക്കോളും. 14 സെൻറ്ററിൽ കഴിഞ്ഞ 6 വർഷത്തിൽ 5 ലക്ഷം ആളുകൾ അവിടെ കടത്തി ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട്. ഇറ്റ്സ് എ ബിഗ് സക്സസ്. അതുപോലുള്ള സക്സസ് ഈ സെൻറ്ററിനാവട്ടെ. ഒരിക്കൽ കൂടി എന്നെ വിളിച്ച് 2 വാക്ക് പറയാൻ, എത്രയും മഹാനായ ഒരു കാര്യത്തിന് എന്നെ പങ്കെടുക്കുവാനെന്ന് വിളിച്ച് ക്ഷണിച്ചു. അതിൻ്റെ പേരിൽ ഡോക്ടർ ഷാജിനോടും ബാക്കി ഭാരവാഹികളോടും നന്ദിയുണ്ട്. ജയ് ഹിന്ദ്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. സുൽത്താൻ ബത്തേരിക്കാർ വിചാരിച്ച പോലെ നമ്മൾ കേരളം വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. സുൽത്താൻ ബത്തേരിക്കാർക്ക് ഞാനിക്ക് പോകും. ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ എക്സൈസ് വകുപ്പിൻ്റെ എല്ലാ സഹായവും ഒരു ഫോൺ കോളിലോ മറ്റോ വിളിച്ചു കഴിഞ്ഞാൽ ഈ വയനാട് എക്സൈസിൻ്റെ എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരണം കൂടുതൽ മദ്യാസക്തർ ഉണ്ടാവട്ടെ എന്നൊന്നല്ല, ഉള്ളത് തന്നെ തീർക്കാൻ ഒരുപാടുണ്ട്. ഇനി പുതിയത് ഉണ്ടായില്ലെങ്കിൽ തന്നെ ഉള്ളത് തന്നെ കയറി ഇറങ്ങിയാൽ ഒരു 1000 മാർക്സ് കിട്ടിയൊന്നും പോരാ. അതുകൊണ്ട് ഇനി പുതിയ കുടിയന്മാരുണ്ടാവട്ടെ എന്നാണോ ആശംസിക്കുന്നതെന്നല്ല. ഏതാണെങ്കിലും ഇതൊരു പ്രശ്നമാകുന്നവർക്ക് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാറാനുള്ള സഹായം ചെയ്യാനുള്ള ഈ മനോഭാവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരുടെ പേരിലും ഷാജി സാറിന് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് സാർ. ഇനി അങ്ങോട്ടും ഞങ്ങളുടെ സ്മാർട്ട് സെർണിറ്റിയിലെ ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.